ഹായ് ഫ്രണ്ട്സ്, ഇന്ന് റിവ്യൂ പറയാൻ പോകുന്നത് മീഷോയിൽ നിന്ന് വാങ്ങിയ ഒരു 10-in-1 സ്യൂയിങ് കിറ്റാണ്. ബിഗിനേഴ്സായിട്ടുള്ള ഒരു തയ്ക്കാൻ തുടങ്ങുന്നവർക്കൊക്കെ യൂസ്ഫുള്ളാകുന്ന ഒരു കിറ്റാണ്. ഇതിൽ 10 സാധനങ്ങളുണ്ട്. നമുക്ക് ഇത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ കിറ്റിന് 162 രൂപയാണ് ആയത്. 10 ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഫ്രഞ്ച് കർവാണ്. നമുക്ക് ആമിൻ്റെ കർവൊക്കെ ഉണ്ടല്ലോ, ആ കർവൊക്കെ നമുക്ക് വെട്ടിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഫ്രഞ്ച് സ്കെയില്. ഇതെല്ലാം ഫ്രഞ്ച് കർവ് സ്കെയിൽസാട്ടോ. ഇതും അതെ. പിന്നെ ഇത് നമുക്ക് കഴുത്തിൻ്റെയൊക്കെ ഷേപ്പ് വെട്ടിയെടുക്കാം. മെറ്റീരിയൽ ഇതൊക്കെ നമ്മുടെ സ്കെയിൽ പോലത്തെ ഒരു മെറ്റീരിയലാണ്. നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇത് ഒരു സ്കെയിലിൻ്റെ കട്ടിയൊന്നുമില്ല. ഒരു വളയൊക്കെ ചെയ്യുന്ന പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ള കൂട്ടൊരു തരം മെറ്റീരിയലാണ്. ഇതും കഴുത്തിൻ്റെയൊക്കെ ഷേപ്പ് എടുക്കാവുന്നതാണ്. ഷേപ്പുകളൊക്കെ വെട്ടാം, കഴുത്തിൻ്റെ ഷേപ്പൊക്കെ വെട്ടാം. പിന്നെ വേറെ എക്സ്ട്രാ എന്തെങ്കിലും യൂസ്ഫുൾ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഇത് നമ്മുടെ തയ്ച്ച് കഴിയുമ്പോൾ നൂലൊക്കെ തയ്ച്ച് ശരിയായില്ല, നമുക്ക് ആ നൂലൊക്കെ പൊട്ടിച്ച് ഒന്നുകൂടി ഒന്ന് തയ്ക്കണം എന്നൊക്കെ വിചാരിച്ചാൽ നൂല് പൊട്ടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് തയ്യൽ മെഷീനിൽ നിന്ന് കട്ട് ചെയ്ത് കളയില്ലേ, ഇങ്ങനെ ഈ തയ്യൽ തുമ്പൊക്കെ അതൊക്കെ കട്ട് ചെയ്ത് കളയാനുള്ളത്. ഇത് തുണിക്കിങ്ങനെ ഷേപ്പ് ചെയ്യുന്ന സാധനമാണ്. പക്ഷേ ഇത് നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ മേളിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിൽ വെച്ചേക്കുന്നത് മുറിയാൻ ചാൻസ് ഉണ്ട്. ഇത് വലിയ ആവശ്യമില്ലെന്ന് തോന്നുന്നു നമുക്ക്. ഇത് സൂചിയിൽ നൂല് കയറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പിന്നുണ്ട്, പിന്നെ ടേപ്പുണ്ട്, സാധാ ടേപ്പാട്ടോ, സാധാ ടേപ്പ്. പിന്നെ ഇതൊരു ഫ്രഞ്ച് കർവാണ്. ഇത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനുള്ള കുത്തി വയ്ക്കുന്ന സാധനം. പിന്നെ ഞാൻ എക്സ്ട്രാ ആയിട്ടൊരു ഇതുണ്ടല്ലോ നമ്മുടെ ചോക്ക്, അത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഒരു 45 രൂപയുടെ ഒരു പാക്കറ്റ്. ഇതിനകത്തില്ല, ഇതിനകത്ത് അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പിന്നെ ഈ സാധനം ഉള്ളത് കൊണ്ടായിരിക്കും അവർ അത് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു യൂസ്ഫുള്ളായിട്ട് ഒരു ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കിറ്റാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഡ്രസ്സ് അത്യാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് കുഞ്ഞൊരു സിംഗിളിൻ്റെ മെഷീനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് നോക്കാമല്ലോ. ആദ്യം നമുക്ക് വീട്ടിലിടാനൊക്കെ ഉള്ളത് തയ്ച്ച് നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നല്ല ഡ്രസ്സൊക്കെ തയ്ക്കാമല്ലോ. അപ്പോൾ മെറ്റീരിയലൊക്കെ നമുക്ക് റണ്ണിങ് മെറ്റീരിയലൊക്കെ വിലക്കുറവിൽ കിട്ടും. അത് മേടിച്ചിട്ട് നമുക്ക് തയ്ച്ച് നോക്കി നമുക്കിടാം. ഇപ്പോൾ തയ്യൽക്കൂലിയൊക്കെ വളരെ അധികമാണല്ലോ വരുന്നത്. പിന്നെ ഓരോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചാൽ നമുക്ക് എളുപ്പപ്പണിയായിരിക്കും. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് തയ്ക്കാനൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ ടോപ്പ് ഇങ്ങനെ വെച്ച് വെട്ടിയൊക്കെയാണ് തയ്ക്കുന്നത്. പക്ഷെ എന്നാ ചെയ്താലും ഈ നെക്കും ആമിൻ്റെ ആ ഷോൾഡറും അവിടെയൊന്നും സെറ്റായി വരത്തില്ല. അപ്പം അങ്ങനെ മേടിച്ച് നോക്കിയതാണ്. ഞാനിത് വെച്ച് തയ്ച്ച് നോക്കിയിട്ടില്ല, തയ്ച്ച് നോക്കണം. യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു.